ശ്രീമതി ദീപ KK ആളുകളാണ്. അവരെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിനെ തന്നെ പ്രകൃതിക്ഷോഭവുമായിട്ട് അതിനെ അത്തരം ദുരന്തങ്ങളിൽ നിന്ന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇന്നിവിടെ ലഭിക്കുന്ന പരിശീലനത്തിൽ നിന്നും അതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത ആളുകളെയും അല്ലെങ്കിൽ കുടുംബക്കാരെയും ഒക്കെ തന്നെയും ഇത്തരം പരിശീലനം നൽകി അവരെ കൂടി അതിന്റെ സജ്ജരാക്കേണ്ടതായിട്ടുള്ള ഒരു ചുമതലയും കർത്തവ്യവും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ സന്നദ്ധ പ്രവർത്തകർക്കും ഉണ്ട്. കാരണം ഒരു ദുരന്തം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ അന്ന് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സഹായിക്കുന്നത് ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. സമയത്ത് നമ്മൾ ശാസ്ത്രീയമായി ശരിയായ രീതിയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ആരെങ്കിലും ഓടി വരുന്നത്. ആക്സിഡൻസ് ഏതെങ്കിലും രീതിയിൽ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിനോ തലച്ചോറിനോ വേറെ ഏതോ അവയവങ്ങൾക്ക് ക്ഷതം വന്നിട്ട് അങ്ങനെ മരണം സംഭവിക്കണം. കംപ്രഷൻസ് ഓൺലി ലൈഫ് സപ്പോർട്ട്, നെഞ്ചമർത്തൽ ജീവൻ രക്ഷ പ്രവർത്തനമാണ്. നെഞ്ചമർത്തൽ ജീവൻ രക്ഷ പ്രവർത്തനം, കംപ്രഷൻസ് ഓൺലി ലൈഫ് സപ്പോർട്ട്. അപ്പോൾ വലതുവശത്ത് നമ്മൾ ഇരുന്നു, എന്നിട്ട് ഈ നെഞ്ച് എല്ലുണ്ട്, നെഞ്ചിന്റെ എല്ല് സ്റ്റെർണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. മേലെ താഴോട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു കുഴി കിട്ടും. ഈ കുഴിയുടെ ഒരു കുഴിയിൽ ഒരു പോലത്തെ സാധനമുണ്ട്. ആ സ്റ്റെർണം എന്ന് പറയുന്ന എല്ലിന്റെ താഴെ ഏറ്റവും താഴെ ഭാഗത്ത് ഉള്ള അതിന്റെ പാർട്ടാണ്. അത് ഫീൽ ചെയ്യുക. എന്നിട്ട് രണ്ട് വിരലുകൾ മുകളിലോട്ട് ഒരു പോയിന്റ് മനസ്സിൽ വിചാരിക്കുക, ഇവിടുന്ന് മുകളിലോട്ട്. അതാണ് നമ്മൾ കൈ വെക്കേണ്ട സ്ഥലം. അപ്പോൾ സാധാരണ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പവർ റൈറ്റ് ഹാൻഡ് പവർ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? ചില ആൾക്കാർ ഇടത് കൈയിലായിരിക്കും ചെയ്യുക, ചില ആൾക്കാർ വലത്. നിങ്ങൾ ഏതിലാണോ നിങ്ങൾ പവർഫുൾ അത് ഫസ്റ്റ് വെക്കുക. എന്നിട്ട് മറ്റേ കൈ ഈ ആളുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സ്ട്രെയിറ്റ് വേണം. നമ്മുടെ കംപ്ലീറ്റ് വെയിറ്റ് ഈ വ്യക്തിയുടെ മുകളിൽ വരുന്ന പോലെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മുടെ ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മുടെ ഈ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം. 90 ഡിഗ്രീസിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഒരു ഫോഴ്സ് വേണം. നെഞ്ച് അമർത്തണതിന് ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു സ്പീഡ് ഉണ്ട്. എത്ര എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ 2 എണ്ണം എന്നുള്ള രീതിയിൽ. അപ്പോൾ 30 തവണ ഞെക്കണം 15 സെക്കൻഡിൽ. മനസ്സിലായി? 15 സെക്കൻഡിൽ 30 തവണ പ്രസ് ചെയ്യും ആ രീതിയിലേക്ക്. അപ്പോൾ എത്ര പ്രസ് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ വരും അല്ലേ? എത്രത്തോളം ആഴത്തിൽ പോകണം എന്നുള്ളത്. 5 സെന്റിമീറ്റർ ആഴത്തിൽ പോവാം. 6 സെന്റിമീറ്ററിനേക്കാൾ കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ സ്കെയിലൊന്ന് പിടിച്ച് നോക്കണ്ട എത്രയാണെന്നുള്ളത്. ഏതാണ്ടാണ് 5 സെന്റിമീറ്റർ അമർത്തുമ്പോൾ താഴോട്ട് പോകും. അപ്പോൾ താഴോട്ട് പോയാൽ നെഞ്ച് കൂടും. വീണ്ടും അതിൻ്റെ നാച്ചുറൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. വീണ്ടും അമർത്തുക, വീണ്ടും ഇടുക. അത് ആ സ്പീഡിൽ ഒരു താളത്തിന് പോകണത്. ആ താളത്തിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എണ്ണണം. നമ്മുടെ നിർത്തേണ്ടത് എപ്പോഴാണ്? ഈ വ്യക്തി കണ്ണു തുറന്നാലാണ്. ഇയാൾക്ക് ശ്വാസം വീണ്ടും തിരിച്ചു കിട്ടിയതാണ്. ഇയാൾക്ക് പൾസ് വീണ്ടും തിരിച്ചു കിട്ടിയതാണ്. അതായത് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ള ഉറപ്പ് വന്ന ശേഷം നമുക്ക് നെഞ്ചമർത്തൽ പിന്നീട് വേണ്ട, അത് നിർത്താം. പിന്നീട് നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് തന്നെ ആംബുലൻസിന് വിളിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് പോകും. ഇല്ല അല്ലേ? ഓക്കെ വിചാരിച്ചു, സങ്കല്പിച്ചു. ഇപ്പോൾ പൾസില്ല. അതിപ്പോൾ കൈ എടുക്കാൻ പാടില്ല, അവിടെ തന്നെ വെക്കണം. എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ തച്ചൊന്നായിരുന്നു.
1 2 3 സ്ലോ ആയി. തന്നെ ചെയ്തു. സ്പീഡ് കുറച്ചുകൂടി സ്പീഡ്. അതെ, യെസ്. 1 2 3 4 5 6 7 8 9 10. മെമ്പർമാർ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒന്ന് പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് വീണ നേരത്തെ പറഞ്ഞു